ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് അടിപൊളി 10 മിനിറ്റ് കൊണ്ട് ടേസ്റ്റി ആയിട്ട് യമ്മി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് എടുത്തിരിക്കുന്നതുണ്ടല്ലോ, രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടി നനച്ച് വെച്ചിരുന്ന റവയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ബാക്കി വന്നു, മുഴുവൻ പുട്ടുണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ നോക്കിയപ്പം അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ബാക്കി അതിന് വൈകുന്നേരം എടുത്തതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം നന്നായിട്ട്. അത് മാത്രം പോരാ, അതിൻ്റെ കൂടെ പഴുത്തുപോയി ഇനി കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ച 2 പഴം ഉണ്ടായിരുന്നു. നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ 2 പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. റോബസ്റ്റ പഴമായിരുന്നു എടുത്തിരുന്നത്. കൂടെ നമ്മുടെ സ്വന്തം ഏലക്ക പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാട്ടോ, സ്വന്തമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ആ 2 ഏലക്ക ഉണ്ടായിരുന്നു, അതിൻ്റെ തൊലി പൊളിച്ചൊന്ന് കളഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പോരാത്തതിന് തേങ്ങ ചിരകിയതുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ സ്റ്റോക്ക് വെച്ചിരുന്ന കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ ശർക്കരയാണെങ്കിലും പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒരു എളുപ്പമായി. വെള്ളം ചേർക്കല്ലേ, വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഇതാ നമ്മൾ നല്ല പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല, ആ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനെ പകുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി അതിനകത്തോട്ട് നമുക്കിത്തിരി എന്താ പറയുക, തേങ്ങാക്കൊത്ത് വറുത്തിടണം. അതിനായിട്ട് നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടെ വറുത്തെടുക്കാനായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ തേങ്ങ കുത്തി വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വറുത്തെടുത്ത് നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കിയിരിക്കുന്ന ബാറ്ററിനകത്തോട്ട് ഇട്ട് കൊടുത്തോളുക. ഇനി നമുക്ക് കറുത്ത എള്ള ഉണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുക. ഞാനുണ്ടല്ലോ കറുത്ത എള്ള് ഇടാൻ വേണ്ടിയിട്ട് നോക്കിയത്, എടുത്തത് സംഭവം വേറെ ആയിപ്പോയി, കരിഞ്ജീരകമായിപ്പോയി. ഇനി അതിൻ്റെ ടേസ്റ്റ് വലിയ സംഭവമായി തീർന്നേനെ. ഏതായാലും അതിട്ട് കൊടുത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇത്തിരി ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തോളുക. മറന്നുപോയി ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു നുള്ള ഉപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളുക. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് സെറ്റായതിനു ശേഷം നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലോ. എന്നാൽ പിന്നെ അവിടെ ഇരിക്കട്ടെന്നേ. ആ സമയം കൊണ്ട് നമുക്കിനി ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒന്നും പെട്ടെന്ന് കഴുകിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാനൊക്കെ ഉണ്ടല്ലോ, വല്ലപ്പോഴും അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ എണ്ണയുടെ സ്ഥാനത്ത് നമുക്ക് നെയ്യായിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഇനി നെയ്യും കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ അപ്പച്ചട്ടിക്കകത്ത് തന്നെ ഇങ്ങനെ റെഡിയായി വന്നതിന് ശേഷം സെപ്പറേറ്റ് എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി എടുക്കുന്നവരുണ്ട്. നമ്മളിതൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നാലും ഇത്തിരി ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഇപ്പോൾ നോക്കിക്കാൻ എണ്ണ കുടിച്ചതിന് ശേഷം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ എണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തേച്ചു, ഒന്ന് മുരിഞ്ഞ് കയറി നന്നായിട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്, ഈ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചൊന്നുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടൊന്ന് മറിച്ച് തിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, പെട്ടെന്ന് തന്നെയായിരുന്നു. ഞാനതൊന്നും മൂടിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ 1, 2, 3 പറഞ്ഞുകൊണ്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. വീണ്ടും അതുപോലെ തന്നെ കുറച്ചുകൂടെ എന്താ പറയുക, നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നു. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് അതും ഒന്ന് സെറ്റായി എടുത്തിട്ടുണ്ട്. എങ്ങനെ പോയാലും നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ചായയൊക്കെ അടുപ്പത്തോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പവും റെഡിയാവും, ചായയും റെഡിയാവും. ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതിന് ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തില്ല, എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവനെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ചായ ആ സമയത്ത് തിളച്ച് കാണുമായിരിക്കുമല്ലോ അല്ലേ? എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ. അപ്പം ദേ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, യമ്മിയാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റുകളെല്ലാം ആയിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നതും വരെ ടാറ്റാ.